ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഇന്ന് വളരെ വേഗത്തിലൊരു തട്ടിക്കൂട്ട് കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായി ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഉരുളക്കിഴങ്ങ് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൽ 2 ടൈപ്പിലെ ഉരുളക്കിഴങ്ങ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് ഒന്ന് വെള്ള കളറിലെ, പിന്നെ ഒന്ന് ചെറുതായിട്ട് ഉരുണ്ടത്, അത് ചുമന്ന കളറിന്. അതിനകത്ത് മധുരം കൂടുതലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വെള്ള കളറിൻ്റെ ഉരുളക്കിഴങ്ങാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാനതാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാൻ 2 ഉരുളക്കിഴങ്ങും എടുത്തു. അത് നല്ലവണ്ണം ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് കൈകൊണ്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചില ഉരുളക്കിഴങ്ങ് അകം വേഗത്തില്ല പെട്ടെന്ന്. അത് ഇവിടുത്തെ ഉരുളക്കിഴങ്ങ് അങ്ങനെ പെട്ടെന്ന് വേഗത്തില്ല. അതുകൊണ്ട് ഞാൻ അകമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കടുകിട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ഇതായിട്ടരിഞ്ഞ സവാള ഉള്ളി, ചെറിയ ഉള്ളിയല്ല സവാള ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വടപ്പാവ് കഴിക്കാനായിട്ട് തയ്യാറാക്കുന്ന മസാലയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് ചേർക്കാത്തത് കൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ വടപ്പാവ് തയ്യാറാക്കുമ്പം ഒരിക്കലും അതിലേക്ക് തക്കാളിയോ സവാള ഉള്ളിയോ അങ്ങനെ അധികം ചേർത്ത് കൊടുക്കാറില്ല. തക്കാളി ഒട്ടുമേ ചേർക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. രാവിലെ ഒന്നുമില്ലാത്ത സമയത്ത് ഉരുളക്കിഴങ്ങോ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുമല്ലോ. അതിലേക്ക് ഞാൻ മഞ്ഞൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്നവരെ ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ, ആവിയിൽ അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിക്കുന്നവരെ അടച്ചു വെച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ രാവിലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. ഞാനിവിടെ ഇതെല്ലാം ഒന്ന് അടച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത്, മല്ലിയില നല്ലതാണ് ചേർക്കുമ്പോൾ, നല്ല ടേസ്റ്റാണ് മല്ലിയില ചേർക്കുമ്പോൾ, കൂടുതൽ ടേസ്റ്റ് വരും. നല്ല മല്ലിയില ചേർത്ത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയൊക്കെയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.